ഹായ് ഹലോ എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നിങ്ങൾക്ക് വേണ്ടിയുള്ള മനോഹരമായ വീടുകൾ തേടിയുള്ള യാത്രയിൽ ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്ന് നിൽക്കുന്ന എറണാകുളം ജില്ലയിൽ ആലുവ ടൗണിന് വളരെ അടുത്തായി, ആലുവ ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം ദൂരത്തായി മനോഹരമായൊരു ലൊക്കേഷൻ നിർമ്മിച്ച നല്ലൊരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ 24 അവേഴ്സ് സെക്യൂരിറ്റി സേവനം ഇവിടെ ലഭ്യമാണ്. മാത്രമല്ല ജിംനേഷ്യവും സ്വിമ്മിംഗ് പൂളും കിഡ്സ് പ്ലേ ഏരിയയും ക്ലബ് ഹൗസും ഉൾപ്പെടെ മനോഹരമായൊരു ഫെസിലിറ്റീസ് ഈ ഗേറ്റ് വില്ല കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ്. ഇവിടെ 4.25 സെൻറ്റിൽ 3 BHK വീടുകളും 5.25 സെൻറ്റിൻ്റെ 4 BHK വീടുകളും അവൈലബിൾ ആണ്. 4.25 സെൻറ്റ് സ്ഥലത്തിൽ 3 BHK 2160 സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത്. 5.25 സെൻറ്റ് സ്ഥലത്തിൽ 4 BHK വീടുകൾ 2500 സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ഈ ലൊക്കേഷൻ ഒരു ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയ കൂടിയാണ്. നമ്മുടെ ഈ ലൊക്കേഷനിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്റർ ദൂരവും, കളമശ്ശേരിയിലേക്ക് 7 കിലോമീറ്ററോളം ദൂരവും, തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനിലേക്ക് 3.5-4 കിലോമീറ്റർ മാത്രം ദൂരവും, റെയിൽവേ സ്റ്റേഷനിലേക്ക് 4 കിലോമീറ്ററോളം ദൂരവും, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 12 കിലോമീറ്റർ മാത്രം ദൂരവും, തൊട്ടടുത്തുള്ള മെയിൻ ബസ് റൂട്ടിലേക്ക് 400 മീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നത്. മനോഹരമായ ഗേറ്റ് വില്ല കമ്മ്യൂണിറ്റിയുടെ റോഡുകൾ നല്ല വീതിയോടെ, 2 വാഹനങ്ങൾ ഒരേ സമയത്ത് നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന നല്ല വീതിയിൽ ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയ റോഡ് സൗകര്യത്തോടു കൂടി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ലൊക്കേഷനിൽ നിന്നും ആലുവ ഭാഗത്തേക്കായാലും പെരുമ്പാവൂർ ഭാഗത്തേക്കും എടപ്പള്ളി കളമശ്ശേരി എയർപോർട്ട് സൈഡിലേക്കായാലും ഏതൊരു ഭാഗത്തേക്കും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു റോഡ് സൗകര്യമുള്ള മനോഹരമായ ലൊക്കേഷനിലാണ് ഈ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഇവിടുത്തെ 3 BHK ഏതാണ്ട് 4.25 സെൻറ്റ് സ്ഥലത്തിൽ വരുന്ന മനോഹരമായ 3 BHK വീടിൻ്റെ വിശേഷമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിന് കിണർ വെള്ളവും KW കണക്ഷനും അവൈലബിൾ ആണ്. മെയിൻ ഡോറ് 2 പാളികളിലാണ് ചെയ്തിരിക്കുന്നത്. തേക്ക് മരത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. വിത്ത് ഫർണിച്ചർ ഉൾപ്പെടെയാണ് ഈ വീട് സെയിലിനായിട്ടുള്ളത്. നേരെ കയറി ചെല്ലുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ലിവിങ് സ്പേസാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. വളരെ സിമ്പിളായി തന്നെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. മോഡേൺ ലുക്കിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ഒരു ലിവിങ് സ്പേസാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഫ്ലോറിങ്ങിനായി കജാരിയോ ബ്രാൻഡ് മാറ്റ് ഫിനിഷിലുള്ള ടൈൽസുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തീർത്തും ശാസ്ത്രപരമായി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ദിക്കിലേക്കാണ്. ലിവിങ് സ്പേസിൽ നിന്നും അടുത്ത എൻട്രി വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. മനോഹരമായൊരു ഡൈനിങ് ടേബിളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഒരു 6 അല്ലെങ്കിൽ 8 പേർ കപ്പാസിറ്റി ഡൈനിങ് യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് വളരെ ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി ഇവിടുത്തെ വാഷ് കൗണ്ടർ, കോമൺ വാഷ് ഏരിയ നൽകിയിരിക്കുന്നു. ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് നൽകിയിരിക്കുന്നത്. ജാഗോർ ബ്രാൻഡാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ ഒന്ന് കാണാം. മനോഹരമായൊരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ നല്ല ഭംഗിയിൽ തന്നെ നൽകിയിരിക്കുന്നു. ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷുള്ള ടൈൽസുകൾ നൽകിയിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. നല്ലൊരു സ്പേഷ്യസ് കിച്ചണാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് 2 ചെയർസുകളെല്ലാം നൽകിയിട്ടുണ്ട്. വലിയൊരു റെഫ്രിജറേറ്റർ യൂണിറ്റിൽ വയ്ക്കാനുള്ള പ്രത്യേക ഏരിയയെല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു. കിച്ചണോട് ചേർന്ന് തന്നെ സെർവൻറ്റ് ബാത്റൂമും അവൈലബിൾ ആണ്. മാത്രമല്ല ഒരു വർക്ക് ഏരിയയും നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെയും ജാഗോർ ബ്രാൻഡ് സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വർക്ക് ഏരിയ നല്ല നീളത്തിലുള്ള സ്പേഷ്യസ് ആയ വർക്ക് ഏരിയയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. വുഡൻ ഫിനിഷുള്ള ടൈൽസുകൾ തന്നെയാണ് ഫ്ലോറിങ്ങിനായും നൽകിയിട്ടുള്ളത്. വർക്ക് ഏരിയയോട് ചേർന്ന് തന്നെ വെളിയിലായി അത്യാവശ്യം സ്പേസ് വരുന്നതിനാൽ ഷീറ്റ് വർക്കെല്ലാം ചെയ്ത് നമുക്കൊരു സ്പേസ് ഇവിടെ ഒരുക്കാവുന്നതാണ്. വീടിൻ്റെ ചുറ്റുഭാഗങ്ങളും ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഏതാണ്ട് ഒരു 12 അടി വീതിയും ഒരു 14 അടി നീളവുമായാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. വാൾഡ്രോബ് സൗകര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഫോൾ സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാനുകളും നൽകിയിട്ടുണ്ട്.
ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം ഒരുക്കി തന്നെയാണ് ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഒരു സ്റ്റഡി ടേബിളെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഡ്രസ്സിംഗ് യൂണിറ്റും ഇവിടെ അവൈലബിൾ ആണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. കൺസീൽഡായിട്ട് തന്നെയാണ് ബാത്റൂം ഒരുക്കിയിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ആയിട്ട് തിരിച്ച് തന്നെയാണ് ഈ ബാത്റൂം ഒരുക്കിയിരിക്കുന്നത്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും ഇവിടെ അവൈലബിൾ ആണ്. ജാഗുർ ബ്രാൻഡാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകൾ, മനോഹരമായ ടൈൽസുകളാണ് ഈ ബാത്റൂമിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർകേസ് നല്ല കാൻഡിലിവർ സ്റ്റെയർകേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നല്ല വുഡൻ ഫിനിഷിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകി വളരെ ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ഈ സ്റ്റെയർകേസിൻ്റെ ഹാൻഡിന് ടെഫൻ ഗ്ലാസും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയ ലിവിങ് സ്പേസാണ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു മീഡിയ ഏരിയയും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ ഒരു സ്പേസ് വേണമെങ്കിൽ ഒരു മീഡിയ റൂമായി സെറ്റ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മാത്രമല്ല ഒരു യൂട്ടിലിറ്റി സ്പേസ്, നമ്മൾ ഈ കാണുന്ന സ്പേസ് യൂട്ടിലിറ്റി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ എല്ലാം ഫ്ലോറിങ്ങിനായി കജാരിയ ബ്രാൻഡിൻ്റെ ടൈൽസുകളാണ് മാറ്റ് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് ഒരു 12 അടി വീതിയും 14 അടി നീളവുമാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് വളരെ സിമ്പിളായി തന്നെ സ്പോട്ടിംഗ് ലൈറ്റുകളെല്ലാം നൽകിയിട്ടുണ്ട്. ധാരാളം കബോർഡ് വർക്ക്, വലിയ നല്ല ഒരു ഒതുങ്ങിയ രീതിയിൽ ഒരു ഭിത്തിയോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ കബോർഡ് വർക്ക്, ഒരു വാൾഡ്രോ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. മനോഹരമായൊരു കളർ തീമിലാണിത് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിലാണ് ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങളും ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ബാത്റൂം നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കൺസീൽഡ് ആയിട്ടാണ് ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ആയിട്ട് തിരിച്ചിരിക്കുന്നു. ജാഗുർ ബ്രാൻഡ് സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് ഒരു 12 അടി വീതിയും 14 അടി നീളവുമായാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള കജാരിയോ ബ്രാൻഡിൻ്റെ ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. വലിയൊരു വാൾഡ്രോബ് സൗകര്യം നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഒരു സ്റ്റഡി ടേബിളും മാത്രമല്ല ഒരു ഡ്രസ്സിംഗ് ഏരിയയും നമുക്ക് ഈ ബെഡ്റൂമിന് അവൈലബിൾ ആണ്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ മനോഹരമായ രീതിയിലാണ് ബാത്റൂം ഒരുക്കിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെ കൺസീൽഡ് ആയിട്ട് തന്നെയാണ് ബാത്റൂം ഒരുക്കിയിരിക്കുന്നത്. നല്ല ഭംഗിയിലുള്ള വാൾ ടൈൽസുകൾ നൽകിയിരിക്കുന്നു. വലിയൊരു വെന്റിലേഷൻ സൗകര്യവും നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടുത്തെ ബാൽക്കണിയാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബാൽക്കണിയാണ്. ഹാൻഡിലിനായി ടെഫൻ ഗ്ലാസ് വുഡുമാണ് നൽകിയിരിക്കുന്നത്. സീലിങ്ങുകളിൽ ലൂവേഴ്സ് എല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 4 സെൻറ്റ് 600 ലിങ്സിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും 2160 സ്ക്വയർ ഫീറ്റിൽ വരുന്ന മനോഹരമായ ഈ വീടിന് ചോദിക്കുന്ന വില 1,25,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. വിത്ത് ഫർണിച്ചർ ഉൾപ്പെടെയാണ് ഈ 1,25,00,000 രൂപ ചോദിക്കുന്നത്. ഫർണിച്ചർ ഇല്ലാതെ 1,20,00,000 രൂപയാണ് വിത്ത് നെഗോഷ്യബിൾ റേറ്റായി നൽകിയിരിക്കുന്നത്. സെയിം പാറ്റേണിലായിട്ടുള്ള 5.25 സെൻറ്റ് സ്ഥലത്തിൽ 4 ബെഡ്റൂമുകളും 2,500 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വീടുകളും ഇവിടെ അവൈലബിൾ ആണ്. അതിന് ചോദിക്കുന്ന വില 1,57,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. 3 ബെഡ്റൂമുകളുടെ വീടുകൾക്ക് 1,25,00,000 രൂപയും വിത്ത് ഫർണിച്ചർ ഉൾപ്പെടെ, 4 ബെഡ്റൂമുകളുടെ വീടുകൾക്ക് 1,57,00,000 രൂപ വിത്ത് ഫർണിച്ചർ ഉൾപ്പെടെയാണ് നൽകുന്നത്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാനും കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.